കൊച്ചിക്കാരൻ ഫ്രീക്കൻ സൂര്യനോട് നൻപനായി അഭിനയിച്ച നമ്മുടെ എല്ലാവരുടെയും മുത്ത് രാഘു, നമസ്കാരം. റെട്രോ സിനിമയിലെ രാഘുവിന്റെ കഥാപാത്രം എന്താ? സൂര്യ സാറിന്റെ ഫ്രണ്ടാണ്. ഷോട്ടില്ല മടേ ഒറ്റ വാക്കി സൂര്യ എന്ന നടനെ പറ്റി പറയാൻ പറഞ്ഞെന്ന് പറയും. കണ്ണൊക്കെ ഭയങ്കര സീനാണ്. എനിക്ക് അപാര പ്രണയം തോന്നും ചില സമയത്തൊക്കെ. കാണുമ്പോഴേക്കും ചെന്നൊരു കിസ് അടിക്കാനാണ് തോന്നുന്നത്. കൊച്ചി പാലാരിവട്ടത്തുള്ളൊരു ഫ്രീക്കന് ഇന്ന് സൂര്യ സാറിനോടൊപ്പം അഭിനയിച്ച് തോളത്ത് കൈയിട്ട് നടക്കുന്നുണ്ടെങ്കിൽ ഇതിനപ്പുറം എന്തോ ഭാഗ്യമോ വേണ്ടത്. റെട്രോ എന്ന് പറയുന്ന മൂവിയിലേക്കുള്ള ക്ഷണം വരാൻ കാരണം തീർച്ചയായിട്ടും എൻ്റെ 74X മണവാളൻസിന്റെ ടീമാണ്. കാർത്തിക് സുബ്രാജ് സാറ് ഡയറക്ടർ. അപാര ഡാവുമുത്തേ, അത് ഭയങ്കര വലിയ മനുഷ്യൻ. പടത്തില് ജോലി ചേട്ടൻ കത്തിക്കുവോ? ജോയിച്ചേട്ടൻ കത്തിച്ചേട്ടൻ പോന്നേക്കണല്ലേ, പൊട്ടി തെറിക്കാമുള്ള സാധനം. അങ്ങനെ തളരുന്നവനാണോ പാലാരി വട്ടക്കാരൻ? ഇല്ല ബ്രോ, തളരാൻ ഞാൻ തയ്യാറാണ്. കാരണം എന്നെ പ്രതീക്ഷിക്കണ എൻ്റെ അപ്പനും അമ്മയുണ്ട്. ഈ നിമിഷം വരെ എൻ്റെ അപ്പനമ്മക്ക് എൻ്റെ അമ്മക്ക് ഒരു മാല പോലും എനിക്ക് മേടിച്ചെടുക്കണം. മാല പോട്ടെ, ഒരു ചെറിയ സാരി പോലും എനിക്ക് മേടിച്ചെടുക്കണം. എപ്പോഴെങ്കിലും ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഇതിന്റെ പുറകെ പോയിട്ട് വല്ല കാര്യമുണ്ടോടാ? ഇല്ല എന്ന് വെച്ചാല് വീട്ടില് എൻ്റെ അപ്പച്ചനും അമ്മയും തന്നെയാണ് ഓടാ മോനെന്ന് പറയുന്നത്. എൻ്റെ ചേട്ടന്മാര്, എൻ്റെ ചേച്ചിമാര്, നീ ചെയ്യടാന്ന് പറയൂ. കൊച്ചിക്കാരൻ ഫ്രീക്കൻ സൂര്യയുടെ നൻപനായി അഭിനയിച്ച നമ്മുടെ എല്ലാവരുടെയും മുത്ത് രാഘു, നമസ്കാരം. നമസ്കാരം മച്ചാനെ. എന്റെ പൊന്നെ, എന്തുവാ ഇത്? കൊച്ചിൻ കലാഭവനിൽ ഡാൻസറായി വന്നു. അതെ. പിന്നീട് സോഷ്യൽ മീഡിയയില് ഡാൻസറായി കത്തിച്ചു. അതെ. പിന്നെ സൂര്യ വിളിക്കുന്നു, എന്റെ പടത്തിൽ എന്റെ നൻപനായി വാടാ. എല്ലാവരും കനവ് മാതിരി ഒത്തിരി സന്തോഷം കേട്ടോ. കാരണം മലയാള പടത്തിൽ കുറെ ചാൻസ് ചോദിച്ചു, കുറെ ഓഡിഷൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ എനിക്ക് തുടക്കം മുതലേ അറിയണം. അതായത് കൊച്ചിൻ കലാഭവനില് ഒരുപാട് താരങ്ങളെ കൊണ്ടുവന്ന ഒരു പ്ലാറ്റ്ഫോം അല്ലേ, അവിടെ നിന്ന് തുടക്കം കുറിച്ചത് മുതൽ പറഞ്ഞു. കലാഭവനിൽ 97-98 ആ ഒരു കാലഘട്ടം. അപ്പൊ അവിടെ സജി ആശാൻ, അതാണ് എന്റെ ആശാൻ, കുമ്പളങ്ങി നഴ്സിലേക്കുള്ള. അപ്പോൾ അദ്ദേഹത്തിന്റെ കൂടെ ഞാൻ ചുവടുകൾ വെച്ച് തുടങ്ങി ഡാൻസിന്റെ. അവിടെ തുടങ്ങിയത് ഒരു 2-3 വർഷം അവിടെ ഉണ്ടായി. അതിനുശേഷം നാട്ടിലെ കുറെ ചേട്ടന്മാരുടെ കൂടെ ഡാൻസിന് അങ്ങനെ പോയി. ഇങ്ങനെ പല 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 സ്ഥലങ്ങളിൽ പോയി ഡാൻസ് കളിച്ചാണ് ഇപ്പൊ ഉള്ളൊരു ടീമായി. അതെ അതെ. ഈ ഡാൻസിലോട്ട് ഇറങ്ങി തിരിച്ചത് തന്നെ സിനിമയായിരുന്നു? അല്ലല്ല, സിനിമ എന്ന് പറയുന്നത് ഡാൻസിൽ വന്നതിന് ശേഷം തോന്നിയതാണ്. ആ ഒരു ഭ്രാന്ത് വന്നത് എങ്ങനെയാ? എന്റെ കോപ്രായം ഒരുപാട് പേര് കാണുന്നതാണ്. ഞാൻ അറിയില്ല അതിനെന്താ വിളിക്കണ്ടെന്നുള്ള കോപ്രായം. കുറെ പേര് കളിയാക്കി പറയാറുണ്ട്. അപ്പൊ അവര് കൊണ്ടൊരു പണി കിടച്ചാ നീ ചെന്നിട്ട് നൈസായിട്ട് സിനിമയിലൊന്ന് ട്രൈ ചെയ്ത് നോക്ക്, നടപടി ആകോ എന്ന് നോക്കാൻ പറഞ്ഞു. അപ്പൊ ഞാനും വിചാരിച്ചു ശരിയാണ്, ചെയ്ത് നോക്ക്, എന്തെല്ലാം ക്യാമറ തന്നെ അല്ലേ. പക്ഷെ അഭിനയം എന്നുള്ള കാര്യം കൂടി ഉണ്ട്. അതെനിക്ക് പിന്നെ ഇതിലേക്ക് ഇറങ്ങിയപ്പോഴാണ് മനസ്സിലായത് നമ്മള് കാണിക്കണ എല്ലാ പരിപാടി എന്നുള്ളത്. അപ്പൊ അങ്ങനെയാണ് ഞാൻ ഓരോ ഓഡിഷൻ അറ്റൻഡ് ചെയ്യാൻ തുടങ്ങി. ഫസ്റ്റ് ഓഡിഷൻ തന്നെ എനിക്ക് കിട്ടി. അത് എന്റെ ഏറ്റവും വലിയൊരു ഭാഗ്യമായി. ഏത് സിനിമയായിരുന്നു അത്? വലിയ പെരുന്നാൾ. പിന്നെ ആൻഡ്രോയിഡ് കുഞ്ഞപ്പല്ലാണ് ഒരു ഡയലോഗ് സീൻ ഉള്ളത്. അതും രതീഷ് പൊതുവാൾ സാറിന്റെ മൂവി. അതും ഇതേപോലെ ഓഡിഷൻ ചെയ്താണ്. അതും നന്നായിട്ട് ചെയ്യാൻ പറ്റും. അതിന്റെ ഇടയിൽ കുറെ പോയിട്ടാ. ചിലത് വിളിക്കാന്ന് പറയും, ചിലത് വിളിക്കൂല, എന്താണെന്നറിയില്ല. എന്റെ പൊന്നുമുത്ത്, ഈ ട്രെയിലർ കാണുന്ന സമയത്ത് സൂര്യ കണ്ണാടി ഊരി കൈ തരുന്ന ഒരു രംഗമുണ്ട്. അതെ, അത് വെച്ചിട്ട് ഒരു ചിരി. അതിന് തൊട്ട് മുന്നേ നമ്മളിങ്ങനെ ആ ഷോട്ട് പ്ലാൻ ചെയ്തപ്പോഴേക്കും സൂര്യ സാർ ഭയങ്കര കമ്പനി, ഒരു രക്ഷയില്ല. നമ്മൾ ചിന്തിക്കണ പോലെ ഇത് ഓർക്കുമ്പോഴേക്കും മറ്റേ സീമൻ സന്തോഷമോ ഭയങ്കര പരിപാടിയൊക്കെ ഉള്ളിൽ. നമ്മൾ ചിന്തിക്കണ പോലത്തെ ഒരാളല്ല ആ ഒരു വ്യക്തി. ആള് വന്നിട്ട് പറഞ്ഞ് നീ ഒരു പണി, ഞാൻ കണ്ണട തരാം, നീ എന്താന്ന് ചെയ്യുന്നു പറഞ്ഞു. അപ്പൊ അങ്ങനെ പുള്ളി എടുത്ത് കണ്ണട ഒരു ഇന്ത്യയിലേക്ക് തന്നു. അങ്ങനെ ഒന്ന് ഷോട്ടാണ്. അതെ. അപ്പൊ അതെടുത്ത് ഞാൻ പിന്നെ ആ ഷോട്ട് മൊത്തം അതിൽ വെച്ച് അങ്ങനെ നിൽക്കും. അങ്ങനെ ഒരു സംഭവമാണ് അത്. ഒറ്റ വാക്കി സൂര്യ എന്ന നടനെ പറ്റി പറയാൻ പറഞ്ഞെന്ത് പറയും? നമുക്ക് ഒറ്റ വാക്കിയല്ല, കുറച്ച് നീട്ടത്തിൽ പറയാം. നീട്ട് പൊന്നെ, അങ്ങ് നീട്ട്. ഈ പെണ്ണുങ്ങൾക്ക് മാത്രമാണ് സൂര്യ സാറിനോട് പ്രണയം തോന്നണം എന്നുള്ളൊരു തെറ്റിദ്ധാരണയുണ്ട്. അവരും തെറ്റിദ്ധാരണയാണ്. ഒരു സീനിൽ എൻ്റെ പൊന്നു ബ്രോ, സൂര്യ സാറിന്റെ ആ ഒരു കണ്ണൊക്കെ ഭയങ്കര സീനാണ്. നമുക്ക് കണ്ടു കഴിഞ്ഞാൽ കൊതിച്ച് നിന്നു പോകും.
എനിക്ക് അപാര പ്രണയം തോന്നി ചില സമയത്തൊക്കെ. ഒരു സീൻ ഇങ്ങനെ ഷൂട്ട് ചെയ്യണ സമയത്ത് ആ എക്സ്പ്രഷൻ കാണുമ്പോഴേക്കും ചെന്നൊരു കിസ് അടിക്കാനാണ് തോന്നിയത്. ഇത് ഭയങ്കര രസമുള്ള സീക്വൻസ് ആയിരുന്നു അത്. ഇത് ഓരോ കിലോ മറ്റേ രോമാഞ്ചം കഞ്ചുകം വാരിയിട്ട പോലെ. ഇപ്പൊ എനിക്കിത് ഇപ്പോഴും വന്നിട്ടുണ്ട് രോമാഞ്ചം. അത് ഞാൻ ഇടക്കിടക്ക് പറയല്ലേ, എല്ലാവരും കനവും മാതിരി എനിക്ക് ഇങ്ങനെ സ്വപ്നമാണോ എന്താണെന്ന് ഒരു ഐഡിയ കിട്ടില്ല. ഈ കലാഭവനിലെ ഡാൻസ് കളിച്ച് മുന്നോട്ട് വരുന്ന സമയത്തെ സിനിമ കയറണമെന്ന് ഒരു ആഗ്രഹം വന്നു, സിനിമ നടനാകണമെന്ന് ആഗ്രഹം വന്നു, വേഷങ്ങൾ ചെയ്യണമെന്ന് ആഗ്രഹം വന്നു. ഈ യാത്രയിൽ പിന്നീട് സഞ്ചരിക്കുമ്പോഴും ഇത്ര കഷ്ടപ്പാടുണ്ടെന്ന് ചിന്തിച്ചിരുന്നോ? എനിക്ക് കഷ്ടപ്പാടൊന്നും ഞാൻ ചിന്തിക്കാറില്ല. കഷ്ടപ്പാട് ചിന്തിച്ചാൽ അതൊക്കെ വെറും നഷ്ടബോധമാണ് ബ്രോ. അത് വെറുതെ അതിനെ ചിന്തിക്കേണ്ട കാര്യമില്ല. അത് കഷ്ടപ്പാടുണ്ട്, എല്ലാത്തിനും കഷ്ടപ്പാടുണ്ട്. കഷ്ടപ്പെട്ടേ ജീവിക്കാൻ പറ്റുള്ളൂ. പിന്നെ അതിനെ കുറിച്ച് ചിന്തിക്കുന്നത് അപ്പോഴൊന്നും ചിന്തിക്കാം. ഒരു കൂട്ടുകുടുംബമാണ്, അതെ, പണിക്ക് പോകണം, അതെ, കൂട്ടുകാരെല്ലാം ചിലപ്പോൾ രക്ഷപ്പെട്ടു പോയേക്കാം, അതെ, ഞാൻ മാത്രം സിനിമയുടെ പുറകിൽ നടക്കുന്നു, കിട്ടിയാൽ കിട്ടി ഇല്ലെങ്കിൽ ഇല്ല, ഒരു ലോട്ടറി കളി പോലെ. അതെ അതെ, അത് മേടിച്ചെടുക്കും. കാരണം എത്ര നാള് പോയാലും, കാരണം അതങ്ങനെ ഉള്ളിൽ കയറി അതിനുവേണ്ടി രാപകല്ലാണ്ട് കഷ്ടപ്പെടുന്നുണ്ട്. കിട്ടും, നീ ഉറപ്പല്ലേ? തീർച്ചയായിട്ടും കിട്ടും. എത്ര വർഷത്തെ യാത്രയായിരുന്നു? 2016 നമ്മളുടെ ആദ്യം എന്റെ ടീം 74X മണവാളൻസ്, നമ്മളുടെ ഡാൻസ് ടീം. ഇപ്പൊ ഈ കഴിഞ്ഞൊരു വർഷമായിട്ട് നമ്മളൊരു മുണ്ട ഡാൻസ് ഒക്കെ ആയിട്ട് ചെയ്ത് ഭയങ്കര ഹിറ്റായിട്ടുണ്ട്. അതിന്റെ കാര്യം പിന്നെ പറയാം. ഇപ്പൊ 2016 നമ്മളുടെ ടീം മഴവിൽ മനോരമ ചാനലിൽ ഒരു റിയാലിറ്റി ഷോയിൽ കണ്ടസ്റ്റന്റ് ആയിരുന്നു. നമ്മുടെ ടീമിൽ എല്ലാവരും 7 പേരുണ്ടായിരുന്നു. അവിടെ നിന്നാണ് നമ്മുടെ കൊറിയോഗ്രാഫർ താജു, എൻ്റെ കൊറിയോഗ്രാഫർ, പുള്ളിയാണ് എന്നെ കൊണ്ട് ഓരോ കാര്യങ്ങൾ ചെയ്യിപ്പിക്കും. കോമഡി പരിപാടികൾ മെയിനായിട്ട് ചെയ്യിപ്പിക്കുന്നത്. അങ്ങനെ ചെയ്ത് നമ്മൾ ഒരേ കാര്യം കുറെ പ്രാവശ്യം ചെയ്യുമ്പോഴേക്കും നമ്മൾ ഓട്ടോമാറ്റിക്കലി അതിലേക്ക് അറിയാതെ വന്നു പോകുമല്ലോ. അപ്പൊ അങ്ങനെ ചെയ്ത് അപ്പോഴാണ് കുറച്ച് ആൾക്കാർ പറഞ്ഞത്, നീ ഒന്ന് സിനിമയിൽ ട്രൈ ചെയ്ത് നോക്ക്. അതിനുശേഷമാണ് ഞാൻ സിനിമയിലേക്ക് ട്രൈ ചെയ്യാൻ തുടങ്ങിയത്. 2016 കഴിഞ്ഞതിന് ശേഷം. അതിന് മുന്നേ എനിക്ക് ഒരു ഐഡിയ ഇല്ല, ഞാൻ ചിന്തിച്ചിട്ടില്ല അത്യം പറയാം. പക്ഷെ അതിനുശേഷം പിന്നെ ഞാൻ തുടർച്ചയായിട്ട് ഇപ്പൊ ഇത്ര നാളായി, കുറച്ചായില്ലേ, തുടർച്ചയായിട്ട് ഇതിന്റെ പുറകെ തന്നെ ഉണ്ട്. വർക്കിന് പോവും, ഡാൻസ് കളിക്കാൻ പോവും, ഓഡിഷന് പോവും, ഷൂട്ടിന് വിളിച്ചു കഴിഞ്ഞാൽ അതിന് പോകും, എല്ലാ പരിപാടിയും ഉണ്ട്. ഈ ആരാധകർ ഏറ്റവും കൂടുതൽ ഒന്ന് കാണാൻ, ഒരു ഫോട്ടോ എടുക്കാൻ ആഗ്രഹിക്കുന്ന ഒരു മഹാനടനാണ് സൂര്യ. ആ സൂര്യ രാഘുവിന്റെ തോളത്ത് കൈയിട്ടെന്നാണ് ഞാൻ കേട്ടത്. കേൾവിയാണോ? ഇല്ല, എന്തിനാണ് അത്? ഞാൻ തന്നെ തള്ളല്ല, സീരിയസ് ആയിട്ട്. അതെ, ഞാനെന്ത് പറഞ്ഞാലും കുഴപ്പമില്ല. ആളിങ്ങനെ വന്ന് അത് പ്രതീക്ഷിക്കാത്ത സന്ദർഭങ്ങളിലൊക്കെ വന്നിട്ട് അങ്ങനെ നിൽക്കുന്നത്. നമ്മുടെ കൂടെ ഡാൻസിന് ഇപ്പൊ ഞാൻ പറഞ്ഞു, നമ്മളുടെ ടീമിലുള്ള ആൾക്കാർ നമ്മളൊരു ഡാൻസിന്റെ ആ ഒരു ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഇപ്പൊ ഞാനിങ്ങനെ ഇരിക്കുന്ന ഫ്രണ്ടില്, എന്റെ പുറകില് ജീവൻ, എന്റെ കൂടെ കളിക്കണവനാ, അവൻ പുറകിൽ ഇപ്പൊ ഉണ്ട്. അപ്പൊ പുള്ളി എന്നോട് സംസാരിക്കണത്, പരമ എന്തൊക്കെ ഉണ്ടാ വിശേഷം, ഡാൻസ് ഒക്കെ കഴിഞ്ഞാന്ന് ചോദിക്കണ എന്നോടാണ് പുള്ളി. പക്ഷെ ഇവന്റെ ഷോൾഡറിൽ കൈ കുത്തിയിട്ടാണ് പുള്ളി ചോദിക്കണത്. ഇവൻ ഒരു പ്രാവശ്യം തിരിഞ്ഞു നോക്കിയിട്ട് പിന്നെ ജീവന്റെ മുഖം അറിയാണ്ട് കണ്ണീന്നൊക്കെ വെള്ളം പന്നി പുള്ളി ആകെ സ്റ്റക്കായി പോയി. അപ്പൊ കഴിഞ്ഞപ്പോഴേക്കും ഇങ്ങനെ തന്നെ അവരുടെ ഈ ഒരു സിനിമയില് ഇന്നസെന്റ് ആയിട്ട് ഇങ്ങനെ ഇരിക്കണ്ട്. അന്ന് പറഞ്ഞാലും പിന്നെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ. ഒരാളെ ഷോൾഡറിൽ തുടിപ്പിക്കൂല. എന്താണ് എന്റെ സൂര്യ സാർ ഇത് തന്നെ പരിപാടി. പക്ഷെ ആളത് അറിയാണ്ട് ചെയ്തു പോണാണ്. അത്രയും നമ്മള് ഇങ്ങനെ വലിയ ആൾക്കാരെ കണ്ടിട്ട് നമ്മൾ അവരോട് അടുത്തല്ല, ദൂരെ നിന്ന് കാണാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണ് നമ്മള്. തീർച്ചയായിട്ടും അടുത്ത് ചെന്ന് നമ്മളെ ദേഹത്ത് അവർ തൊടുക എന്ന് പറയുന്ന പരിപാടി എന്റെ പൊന്നൂത്തെ നമുക്കത്. ഡാൻസ് ടീമാണല്ലോ, അത് പ്രത്യേകിച്ച് ലുങ്കി ഡാൻസ് അല്ലേ? ഈ ലുങ്കി ഡാൻസ് സിനിമയിലോട്ടുള്ള യാത്രയിൽ എത്രമാത്രം രാഘുവിനെ ഗുണം ചെയ്തിട്ടുണ്ട്? ഈ ഒരു ഇപ്പൊ റെട്രോ എന്ന് പറയുന്ന മൂവിയിലേക്കുള്ള ഒരു വിളി വന്നത് ലുങ്കി ഡാൻസ് ആണ്. അതും നമ്മളുടെ സൂര്യ സാറ് ഡാൻസ് കണ്ട്, നമ്മളുടെ ലുങ്കി ഡാൻസ് കണ്ട്, സൂര്യ സാറിന്റെ വൈഫ് ജ്യോതിക മാമും ആളുടെ അനിയൻ കാർത്തി സാറും കൂടിയിട്ടാണ് ഫസ്റ്റ് നമ്മൾ ഡാൻസ് കാണുന്നത്. അപ്പൊ ഒരു ക്യാരക്ടറിനെ ഒരു അന്വേഷിച്ച് നടപ്പുണ്ട്. അത് അവരുടെ ഉള്ളിലൊരു രൂപം ഉണ്ടാവും. പെട്ടെന്ന് ഇത് കണ്ടപ്പോഴേക്കും അവർക്ക് ആ ക്യാരക്ടർ ലോക്കായി. അവർക്ക് ആ രൂപം ഇഷ്ടപ്പെട്ടു. സൂര്യ സാറാണ് ഭയങ്കര ഡാൻസിന്റെ ഭയങ്കര ഫാനാണ്. സൂര്യ സാറ് ഡാൻസ് ഭയങ്കര ഇഷ്ടമാണ്, എല്ലാ ഡാൻസേഴ്സിനും പുള്ളിക്ക് ഇഷ്ടമാണ്. അപ്പൊ സൂര്യ സാറ് പറഞ്ഞ് ഈ ടീമിന് എന്തായാലും നമുക്ക് ഈ സിനിമയിലേക്ക് വേണം. ഇതിൻ്റെ അകത്ത് നമുക്ക് ആവശ്യമുണ്ട്, ഡാൻസിനും വേണം, ചെറിയ ആവശ്യമുണ്ട്. പിന്നെ എന്നെ ചൂണ്ടിക്കാണിച്ചിട്ട് പറഞ്ഞു ഇവനെ വെച്ചിട്ട് ആ ഒരു ക്യാരക്ടർ ഓഡിഷൻ ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ 4 ഓഡിഷൻ ചെയ്ത് അങ്ങനെയാണ് ഇതിലേക്കുള്ള എൻട്രി വന്നത്. ഈ റെട്രോയുടെ പാക്കപ്പ് ടൈമില് കൊച്ചിക്കാരനായ ഫ്രീക്കന് കിട്ടാവുന്നതിൽ ഏറ്റവും വലിയൊരു സമ്മാനം കിട്ടി, ശരിയാണോ? ഒരു സത്യം അവിടെ അതെ
പറയാൻ വേണ്ടി ഒന്നാണ്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ പാക്കപ്പ്. അപ്പൊ നമ്മളെ ആർട്ടിസ്റ്റുകളെ പറഞ്ഞു വരുന്ന സമയത്ത് പാക്കപ്പ് അല്ല, നമ്മളുടെ എന്റെ ഷൂട്ട് കഴിയുന്ന ദിവസം എന്റെയും എന്റെ കൂടെയുള്ള ഫ്രണ്ട് അവിനാശ്, ഞങ്ങൾ രണ്ടുപേരും ഷൂട്ട് കഴിയുന്ന ദിവസം നമുക്ക് കേക്ക് കൊണ്ടുവന്ന് നമ്മുടെ പേരൊക്കെ എഴുതി സൂര്യ 44 താങ്ക്സ് രാകേഷ് എന്നൊക്കെ പറഞ്ഞ് എഴുതി അത് കട്ട് ചെയ്ത് സൂര്യ സാർ എന്നെ എടുത്ത് കേക്ക് എടുത്ത് നമ്മുടെ വായിൽ വെച്ചിരുന്നു. ഈ പരിപാടിയൊക്കെ കഴിഞ്ഞപ്പോഴേക്കും കാർത്തിക് സുബ്രാജ് സാറ് ഡയറക്ടർ, അപാര ഡാവുമുത്തേ, അത് ഭയങ്കര വലിയ മനുഷ്യൻ. ചിന്തപ്പാട് പോണേ, എന്റെ ചിന്ത പോയി. കുറച്ചു നേരം ആൻഡമാനിലോട്ടും പോയി, കുറച്ചു നേരം ചെന്നൈയിലോട്ടും പോയി. അപ്പൊ കാർത്തിക് സുബ്രാജ് സാറ് വന്നിട്ട് എന്നെ വിളിച്ചിട്ട് രാകേഷ് അങ്ങോട്ട് വന്നു പറഞ്ഞു. എന്ത് സാറെന്ന് ചോദിച്ചു. നിന്നെ ഈ പടത്തിലേക്ക് ആരാണ് നിന്നെ വിളിച്ചെന്ന് നിനക്ക് അറിയാവോന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു എനിക്കറിയില്ല എന്ന് പറഞ്ഞു. സൂര്യ സാറ് പറഞ്ഞിട്ടാണ് നിന്നെ ഈ പടത്തിലേക്ക്. എന്റെ അപ്പൊ ഞാൻ നോക്കിയപ്പോ സൂര്യ സാർ ഇങ്ങനെ, അപ്പൊ ഇത് ഞാൻ ഇടയ്ക്ക് എന്റെ കണ്ണ് പുള്ളിയുടെ ഫേസിലേക്ക് ഇങ്ങനെ പോകുന്നുണ്ട്. അപ്പൊ ആളിങ്ങനെ ഇത് കേട്ടിട്ട് നൈസാറ് ഒരു നൈസ് ചിരിയൊക്കെ ആയിട്ട് എന്റെ മുഖത്തേക്ക് നോക്കി ചിരിച്ചോണ്ടിരിക്കണ. ഞാൻ അപ്പ ചെന്ന് ഞാൻ ഇങ്ങനെ താഴത്തോട്ടാ പോയത്. പുള്ളി അപ്പൊ തന്നെ പിടിച്ചു പൊക്കിയിട്ട് ഹഗ് ചെയ്തു. അപ്പൊ പറഞ്ഞു ഇതിന്റെ തുടക്കം മാത്രമാണ്, നീ ഇനി പേടിക്കണ്ട, എനിക്ക് നല്ല നല്ല അവസരങ്ങൾ ഇനി കിട്ടും എന്നൊക്കെ പറഞ്ഞ് ആള് വിട്ട്. എന്റെ പൊന്നു മുത്തേ ഒരു ഉമ്മ തരട്ടാ. ഈ ഉമ്മ എനിക്ക് സൂര്യ സാറിന് കൊടുക്കാൻ തോന്നിയ മുത്ത അവിടെ വെച്ചിട്ട് കൊച്ചി പാലാരിവട്ടത്തുള്ളൊരു ഫ്രീക്കന് ഇന്ന് സൂര്യ സാറിനോടൊപ്പം അഭിനയിച്ച് തോളത്ത് കൈയിട്ട് നടക്കുന്നുണ്ടെങ്കിൽ ഇതിനപ്പുറം എന്തോ ഭാഗ്യമോ വേണ്ടത്? ഭയങ്കര ഭാഗ്യമാണ്. അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല, അത് അനുഭവിച്ചാലേ നമുക്ക് മനസ്സിലാവുള്ളൂ. ഒരുപാട് പേര് എന്നോട് ചോദിച്ചു നിനക്ക് എന്താ ഒരു ഫീലിങ്സും ഇല്ലേ ആളുടെ കൂടെ അഭിനയിച്ചിട്ട്? പൊന്നും മഞ്ഞ ഫീലിങ്സ് നിന്നിങ്ങനെ പൊട്ടാറായിട്ട് ഇങ്ങനെ ഞാൻ ഇപ്പോഴും പൊട്ടിച്ച് തെറിക്കണം. അത് പറയാൻ പറ്റൂല, ഭയങ്കര പ്രശ്നമാണത്. സൂര്യ സാറ് ഒരുമിച്ച് ഇത് ഭക്ഷണം കഴിക്കും, നമുക്ക് ഫുഡ് കിട്ടിയില്ലെങ്കിൽ ആള് ചോദിക്കും അവനെന്താ ഫുഡ് കിട്ടിയില്ലേ, അവന് കൊണ്ട് കൊടുക്കുന്നു പറയും. അങ്ങനെ ഭയങ്കര ഒരു മനുഷ്യൻ. അപ്പൊ സൂര്യ സാറിന്റെ അടുത്ത് പോകുമ്പോൾ നമുക്ക് ചില ചിന്തകൾ കാണും. അയ്യോ അത്രയും സീനിയർ ആയിട്ടുള്ളൊരു നടനാണ്, മലയാളികൾ എന്തും നെഞ്ചിലേറ്റി കാണാൻ കൊതിക്കുന്ന ഒരു നടനാണ്. ആ നടൻ എന്നെയൊക്കെ അംഗീകരിക്കുമോ, അല്ലെ ആ നടൻ നമ്മളോടൊക്കെ ഒന്ന് ഇരിക്കുമോ എന്ന് ചിന്തിച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ ചിന്ത തിരുത്തിയിട്ടുണ്ടോ? ചിന്തിച്ചിട്ടുണ്ടോ എന്ന് വെച്ചാൽ ഈ ചിന്ത എന്നെ ഫസ്റ്റ് ദിവസം പുള്ളി പൊളിച്ച് കൈ തന്നു. കാരണം ആൻഡമാനിലെ 1-ാം തീയതി പൂജ, ആ പൂജക്ക് ചെന്ന് നിൽക്കണം. അപ്പോഴാണ് അതിന് മുന്നേ നമ്മളെ സെയിം ഫ്ലൈറ്റിൽ ആളുണ്ടായിരുന്നു, ജയറാം സാറും സൂര്യ സാറും ആ ഫ്ലൈറ്റിലുണ്ടായിരുന്നു. ഫ്ലൈറ്റിൽ നിന്ന് ഇറങ്ങിയിട്ട് പുള്ളി ജെറ്റിട്ട് അങ്ങോട്ട് പോയി, കാണാൻ പറ്റുള്ള പുള്ളി അവിടുന്ന്. കാരണം അത്ര ക്രൗഡ്, ആൻഡമാൻ മൊത്തം ഇളകിയ അവിടെ അത്ര ആൾക്കാരെ വന്ന് കൂടിയേക്കുന്നത്. അപ്പൊ നമുക്ക് കാണാൻ പറ്റുള്ള പുള്ളി അങ്ങോട്ട് പോയി. അപ്പൊ ഇങ്ങനെ ഈ പൂജയുടെ അന്ന് നമ്മളവിടെ നിൽക്കുന്ന സമയത്ത് പുള്ളി ഒരു അധികം ഹൈറ്റ് ഒന്നുമില്ലാത്തൊരു ചെറിയൊരു ഭയങ്കര നിഷ്കളങ്കടാവ്. അപ്പൊ ഞാൻ ഇങ്ങനെ കണ്ട് ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇത് സംസാരിക്കണമല്ല. അപ്പൊ അങ്ങനെ നമ്മൾ പൂജയുടെ ഇതൊക്കെ കഴിഞ്ഞ് ഒരു കൈ എൻ്റെ അടുത്തേക്ക് വന്നു. അമ്മ സത്യം കേട്ടാ, ഞാൻ നോണ പറഞ്ഞ അമ്മ സത്യം. ഒരു കൈ എൻ്റെ നേർക്ക് വന്നപ്പോൾ ഞാൻ ഇങ്ങനെ ഷെയ്ക്കാൻ്റെ കൊടുത്തു. അപ്പൊ ഞാൻ അവിനാശും ബാക്കി രണ്ടുപേരായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. അവിടുന്ന് ഐ എം എ ബിഗ് ഫാൻ ഓഫ് യു രാകേഷ് എന്ന് പറഞ്ഞിട്ട്. ഞാൻ നോക്കുമ്പോൾ ഈ മനുഷ്യൻ എൻ്റെ മുമ്പിലേക്ക് എൻ്റെ പൊന്നു ബ്രോ, എൻ്റെ അമ്മേ. അപ്പൊ അപ്പുറം ഇപ്പുറം നിൽക്കണവന്മാരെ എൻ്റെ മുഖത്തിട്ട് നോട്ടം. എടാ പുള്ളി എന്താ പറഞ്ഞതെന്ന് മനസ്സിലായ? അവന് പറഞ്ഞതെന്ന് മനസ്സിലായി, എനിക്ക് തിരിച്ചൊന്നും പറയാൻ പറ്റുള്ള എന്ന് പറഞ്ഞു. പുള്ളി അത് ഷെയ്ക്കാൻ്റെ എന്ന് പറഞ്ഞ കൈ കൊണ്ടുവന്നേ ഈ പരിപാടിയാണ്. ഇതിങ്ങനെ പിടിക്കുമ്പോഴോ സൂര്യ പിടിച്ച കയ്യാടാ. അത് കിട്ടുമ്പോ തന്നെ നമ്മളെ കിളി പോവും. ആള് വന്ന് ഫസ്റ്റ് എന്നോട് പറഞ്ഞ സീനാണ് ഐ എം ബിഗ് ഫാൻ ഓഫ് യു. ഞാനപ്പോ ചിന്തിച്ചു പണ്ടാരം പിടിക്കും, എനിക്ക് വട്ടായി പോയാന്നുള്ള ചിന്താഗതി. അപ്പൊ തന്നെ എനിക്ക് ആ ഒരു ഇപ്പൊ താങ്കൾ ചോദിച്ച ആ ചോദ്യത്തിന്റെ പരിപാടി അവിടെ സ്റ്റോപ്പായി. പിന്നെ എനിക്കൊന്നും അറിയേണ്ട ആവശ്യമില്ല. പിന്നെ നമ്മള് ലൊക്കേഷനിൽ എന്നാലും സീൻ ഷൂട്ട് ചെയ്യുന്ന സമയത്താണെങ്കിലും ആള് വ്യക്തമായിട്ട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി തരും. നീ ഇതുപോലെ ചെയ്യുന്നത്. കാരണം ഒന്നാമത് ഞാൻ മലയാളിയാണ്, എനിക്ക് തമിഴ് വലിയ വശമില്ല. പക്ഷെ തമിഴ് സംസാരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അവരോടൊക്കെ ഞാൻ തമിഴ് തന്നെ സംസാരിക്കുന്നത്. അപ്പൊ പുള്ളി കാര്യങ്ങൾ പിടികിട്ടിയില്ലേ? ഞാൻ സാർ മനസ്സിലായി, എല്ലാം പുള്ളി കറക്റ്റ് ആയിട്ട് ഒന്ന് പറഞ്ഞു. ശരിക്കും രാഘു സൂര്യ എന്ന് പറയുന്ന നടൻ ഒരു പക്ഷെ രാഘു എന്ന് പറയുന്ന വ്യക്തിക്ക് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല ഒന്ന് ചിന്തിച്ചോണ്ടോ? പറഞ്ഞു തന്നല്ലോ. കാരണം എത്ര വലിയ അവർക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് തന്നെ അറിയാം ആ ഒരു ആളുടെ കൂടെ നമ്മൾ വർക്ക് ചെയ്യുമ്പോഴേക്കും നമുക്കുള്ളിൽ ഒരു ഭയം ഉണ്ടാവും, അറിയാൻ പറ്റും. അത് മാറ്റാനായിട്ട് ഒരു മാക്സിമം നമ്മളെ അടുത്തേക്ക് സംസാരിക്കാനും ഇങ്ങോട്ടൊന്നും സംസാരിക്കുള്ളൂ ആള് വന്നിട്ട്. ഞാൻ അങ്ങോട്ട് പോകാറില്ല. കാരണം എന്താ വെച്ചാൽ അവര് പല സമയത്തും പുള്ളി ഇങ്ങോട്ട് വന്ന് സംസാരിക്കും. ഡെയിലി ഗുഡ് മോർണിംഗ് പറയാണ്ട് പുള്ളി പോകൂല. രാഘുവിന്റെ പേരിൽ അറിയപ്പെട്ടെ വല്ലതും പറയട്ടെ.
നാട്ടുകാർ തല്ലിക്കൊല്ലോ. ഞാൻ പറയും പോലെ എനിക്ക് ഇവിടെ നിന്ന് എന്തും പറയാം. ഞാൻ പറയില്ല മുത്തേ, അത് ഓരോരുത്തരും ഒരു ചിന്താഗതിയല്ലേ. നാട്ടുകാർ ഒരുപാട് പേരുണ്ട്. റെട്രോയുടെ പോസ്റ്ററി ഫോട്ടോ പാലാരിവട്ടംകാരൻ്റെ കേട്ടോ, ട്രെയിലറി സീന്, അതെ, ഒന്നും വേണ്ട. കണ്ണാടി കൊടുക്കുന്ന സീനിൽ തന്നെ രാഘു എന്ന നടനെ പ്രേക്ഷകർക്ക് മനസ്സിലായി, പ്രേക്ഷകർ ഏറ്റെടുത്തു. ആ ഒരു ചിരി ഉണ്ട് കേട്ടോ. അതെ, എന്തുവാടാ പണി വെച്ചേക്കുന്നത്. അത് ഭയങ്കര രസമുള്ളൊരു പരിപാടിയാണത്. അതും സാറ് പറഞ്ഞുകൊണ്ട് ചെയ്തതാണ്. ആള് പറഞ്ഞ് ഇങ്ങനെ പുള്ളി ഒന്ന് ചെയ്യിപ്പിക്കും നമ്മളെ കൊണ്ട്, വെറുതെ ഇരുത്തൂല. ഓക്കെ, ഞാൻ വലിയ ആളാണ്, പുറകിലിരിക്കണമാര് പുറകിലിരിക്കട്ടെ, അങ്ങനെ ഒരു ചിന്താഗതിയില്ല. അതാണ് പറഞ്ഞ മനുഷ്യൻ വേറെ മാതിരി മച്ചാ, അന്തമാതിരി മനുഷ്യൻ. അവര് സൂര്യ സാറ് വിളിച്ചു, ഡയറക്ടർ ചാൻസ് തന്നു. ഇന്ന് ഈ ക്യാമറയ്ക്ക് മുന്നില് അവരോട് നന്ദി തമിഴിൽ പറ. சூரிய சார் அண்ட் கார்த்திக் சூராஜ் சார் ரொம்ப நன்றி. இந்த மாதிரி பெரிய ஒரு கேரக்டர் இந்த மூவியிலேக்கு கிடைச்சதுன்னு எனக்கு ரொம்ப நன்றி. அது மட்டும் இல்லை, என்னை இந்த மூவியிலேக்கு ക്ഷണിച്ചതിന് സൂര്യ സാർ ലവ് യു. ഈ ചിലതൊക്കെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോകുന്നത് നല്ലതാണോ? അപ്പം നല്ലതല്ലേ അത് പറയാൻ കാരണം? ആ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഈ പറഞ്ഞ പോലെ ഒരുപാട് ഓഡീഷനിൽ വിളിക്കും. അവിടെ ചെന്ന് കഴിയുമ്പോഴേക്കും മച്ചാ ഓക്കെ സെലക്ഷൻ, നീ ഓക്കെയാണ്, ഇനി ഇതിലേക്ക് നിന്നെ വേറെ ആളെ വെക്കണില്ല, വെച്ചത് ഏക്കൂല, നീയാണ് സംഭവം എന്നൊക്കെ പറഞ്ഞു വിടും. എന്നാൽ പിന്നെ ഇവർക്ക് പറഞ്ഞാൽ മതി, ബ്രോ പിന്നെയും ശോകവും, നീ പോയി പഠിച്ചിട്ടും ബാ, അങ്ങനെ പറഞ്ഞാലാ നമുക്കത് മനസ്സിലാക്കി പോകാൻ പറ്റും. ഇവരും ഇങ്ങോട്ട് ആണെല്ലാം മധുരം അങ്ങോട്ട് കയറ്റി അങ്ങോട്ട് വിടും. അപ്പൊ നമ്മളങ്ങോട്ട് ഏറിൽ അങ്ങോട്ട് പൊങ്ങണേ ഓട്ടോമാറ്റിക്കലി. സാധാരണ ആൾക്കാരാണ് ഏറി വിടുന്നത്, ഇത് അതല്ലാണ്ട് നമ്മൾ സ്വന്തം അങ്ങോട്ട് പൊങ്ങും. അത് കഴിഞ്ഞ് തിരിച്ച് നമ്മൾ എത്തുമ്പോഴേക്കും കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് വിളിയൊന്നും കാണൂല. തിരിച്ചു വിളിക്കുമ്പോഴേക്കും പറയും, ബ്രോ അതെ പ്രൊഡ്യൂസറിന്റെ സൈഡിൽ നിന്ന് അവര് ആകെ തന്നെ വേണ്ടെന്ന് പറഞ്ഞ്. ആദ്യത്തെ പ്രാവശ്യം എനിക്കത് ഓക്കെ, ചിലപ്പോൾ അതായിരിക്കാന്ന് വിചാരിച്ചു. പിന്നെ പല പ്രാവശ്യം ഇത് തന്നെ പരിപാടി എന്ന് ഇവർക്ക് മാന്യമായിട്ട് പറയാറ്, നീ ചെയ്യാൻ ശരിയല്ല, നീ എന്തെങ്കിലും പോയി പഠിച്ചിട്ട് വാ എന്ന് പറഞ്ഞാൽ നമ്മളത് പഠിക്കാൻ പോകും. ഇതത് പറഞ്ഞവർ മനസ്സിലാക്കി തന്നില്ല. പിന്നെ അങ്ങനെ പറയും. പിന്നെ വാശിയായി, എന്നാ കാണിച്ചു കൊടുക്കണം ബ്രോ, ആദ്യം നഷ്ടപ്പെട്ടോട്ടെ, നഷ്ടപ്പെട്ടാലും കുഴപ്പമില്ല, പക്ഷെ അപ്പൊ വാശി കൂടി. അപ്പൊ വീണ്ടും ആൾക്കാർ ഓഡിഷൻ തന്നെ എല്ലാം പോവുള്ളൂ. ഞാൻ എല്ലാത്തിനും ഓഡിഷനാ പോവുള്ളൂ. ഓഡിഷൻ ചെയ്ത് അതൊരു എക്സ്പീരിയൻസ് ആണ്. ഓരോ കഥാപാത്രങ്ങൾ ചെയ്യിപ്പിക്കും, അത് നല്ലതോ ചീത്തയോ അത് എന്തോ ആയിക്കോട്ടെ, പക്ഷെ അത് ചെയ്ത് നമുക്കൊരു എക്സ്പീരിയൻസ് കിട്ടും. അങ്ങനെ പോയി കുറച്ച് പടങ്ങളിൽ വിളികൾ വന്ന് അത് ചെയ്യുകയും ചെയ്തു. ഇതെല്ലാം കഴിഞ്ഞപ്പോഴേക്കാണ് ഇത്രയും വലിയൊരു സംഭവം ഇവിടെ കിടപ്പുണ്ടെന്ന് മനസ്സിൽ പോലും വിചാരിച്ചിട്ടില്ല. അപ്പൊ ഇതിനും വലുത് പറയൂലേ, എടാ നിനക്ക് എന്തോ ഇതിനും വലുത് വരാൻ കിടപ്പുണ്ടെന്ന് പറയൂലേ, ആ പരിപാടിയാണ് അങ്ങനെ കിട്ടിയത്. രാഘു ബ്രോ ഇപ്പം സ്വപ്നത്തിന് പുറകെ യാത്ര ചെയ്യുക, കഷ്ടപ്പെടുന്നുണ്ട്, സ്വപ്നമുണ്ട്, ഇന്നല്ലെങ്കിൽ നാളെ ഒരു ദിവസം എത്തപ്പെടുമെന്ന് ഉറപ്പാണോ? ഉണ്ട് മച്ചാനെ. സ്വർഗത്തിലേക്കുള്ള വഴി എന്ന് പറഞ്ഞാൽ കല്ലും മുള്ളും നിറഞ്ഞാണെന്ന് പണ്ട് പറയും, പക്ഷെ ഇപ്പൊ കല്ലും മുള്ളും അല്ല, അഹങ്കാരവും കുശുമ്പും കുന്നായ്മയാണ്. കല്ലും മുള്ളൊന്നുമില്ല സ്വർഗത്തിലേക്ക് വഴി, കാരണം കംപ്ലീറ്റ് അഹങ്കാരവും കുശുമ്പും കുന്നായ്മയാണ്. ഇതൊക്കെ നമ്മൾ തട്ടി പകഞ്ഞ് മാറ്റിയിട്ടാണ് കയറാനായിട്ട്, മനസ്സിലായില്ലേ? ആ ഒരു യാത്ര ഭയങ്കര ഭീകരമാണ്. ഞാൻ ചെറിയ വായിൽ വലിയ വർത്താനം പറയണല്ല, അനുഭവം പറഞ്ഞതാ. അങ്ങനെയുണ്ട്, എല്ലാവർക്കും അങ്ങനെയുണ്ട്. കുറെ അനുഭവിച്ചിട്ടുണ്ടോ? ഉണ്ട്. ചിലവര് തട്ടിപ്പോണ സമയത്ത് ഒരു ഇടി കിട്ടിയവർ അതുവഴി താഴ്ത്തോട്ട് പോകും. അതെ, ഇപ്പൊ എന്നെ തട്ടിപ്പോണ തന്നെ ഇടിച്ചു കഴിഞ്ഞാൽ തിരിച്ചിരിക്കാൻ നിൽക്കൂല, കാരണം നമുക്ക് അതിനുള്ള കഴിവില്ല. ഇപ്പൊ എന്ത് ചെയ്യും, നൈസായിട്ട് നുഴഞ്ഞിങ്ങനെ അപ്പുറത്തോട്ട് പോകും, ആരും ഉപദ്രവിക്കാത്ത രീതിയിൽ. അങ്ങനെ അവിടെ പോയാൽ മതി. അത് ജീവൻ തന്ന പാഠങ്ങളല്ലേ? തീർച്ചയായിട്ടും മുത്തേ, അതാണ് ജീവൻ തന്ന പാഠം തന്നെയാണ്. അതായത് ഇത്ര ഫ്രീ ആയിട്ട് സംസാരിക്കാൻ പറ്റും. എപ്പോഴെങ്കിലും ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഇതിന്റെ പുറകെ പോയിട്ട് വല്ല കാര്യമുണ്ടോടാ? ഇല്ല. എന്ന് വെച്ചാല് വീട്ടില് എന്റെ അപ്പച്ചനും അമ്മയും തന്നെയാണ് പോടാ മോനെ എന്ന് പറയണത്. എന്റെ ചേട്ടന്മാര്, എന്റെ ചേച്ചിമാര്, നീ ചെയ്യടാന്നേ പറയുള്ളൂ. അല്ലാണ്ട് എന്റെ കൂട്ടുകാരി ഒരാളും ഈ ഒരു പരിപാടി തന്നെ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചിട്ടില്ല. കാരണം അവർക്കറിയാം ഞാനൊരു ഒരു ലക്ഷ്യത്തിന് വേണ്ടി പോണ്ട് പണിയെടുക്കേണ്ടത് അവർക്ക് മനസ്സിലായി. കാരണം വെറുതെ സിനിമ എന്ന് പറഞ്ഞ് രാവിലെ കിടന്നുറങ്ങി എണീറ്റ് പല്ല് കഴിച്ച് ഫുഡ് അടിച്ച് അപ്പിയിട്ട് വന്ന് കിടക്കുന്ന പരിപാടിയില്ല. രാവിലെ എനിക്ക് പോകും, ഞാൻ പറയില്ല എന്റെ പണിക്ക് ഞാൻ പോകുന്നു. പണിക്ക് പോണ സമയത്ത് ചിലപ്പോൾ കോള് വരും, നമ്മുടെ മുതലാളി പറയടാ നീ പൊക്കോ. അപ്പൊ ഞാൻ പോവും. എന്റെ രാഘുവിനോട് സംസാരിക്കുമ്പോൾ രണ്ട് കൂട്ടുകാർ കലങ്ങി ഇരുന്ന് സംസാരിക്കുന്ന ഫീൽ കേട്ടോ. അതാണ് മൂഡ് അല്ലേ? മൂഡ് അതൊക്കെ തന്നെയാണ്. ഇരിക്കൂടെ വന്നപ്പോഴേക്കും എനിക്ക് അജിനായിട്ട് സംസാരിച്ചപ്പോഴേക്കും മറ്റേ സെയിം സീൻ നമ്മൾ ഇന്ന് ആദ്യമായിട്ടാണ് കാണുന്നത്. അതെ, കമ്പനിക്കാരിൽ വേറെ അപ്പുറത്ത് എന്തൊരു സാധനം വന്ന പോലെ ഫീൽ കിട്ടി. ഇനിയിപ്പം ജയറാമേട്ടൻ, ജോയിച്ചേട്ടൻ ഇവരെ അവിടെ ചെന്ന് കണ്ടു. മലയാളിയാണെന്ന് അവർക്ക് അറിയാമായിരുന്നു. പിന്നീട് എപ്പോഴാണ് ഒരു കൊച്ചി പാലാരിവട്ടംകാരനാണെന്ന് മനസ്സിലാക്കിയത്? അത്
ഇവർക്ക് ആർക്കും അറിയില്ല ഞാൻ മലയാളിയാന്ന്. പക്ഷെ ഇങ്ങനെ ഈ ഒരു ക്യാരക്ടറാണ് ഒരു മലയാളി കഥാപാത്രവും ഡാൻസർ ആണെന്ന് ഇവർക്കറിയാം, അത് വേറൊന്നും ഇവർക്ക് അറിയില്ല. ആ ഫസ്റ്റ് ദിവസം ജയറാം സാറിനെ കണ്ട് അപ്പൊ ആൾക്ക് മനസ്സിലായില്ല. പിന്നെയാണ് പറഞ്ഞപ്പോഴേക്കാ പറഞ്ഞു അവിടെ നീയാണാ നിന്നെ കുറിച്ച് പറഞ്ഞു കേട്ടായിരുന്നു പറഞ്ഞിട്ട് പിന്നെ അന്ന് തുടങ്ങിയ ബന്ധം. ജയറാം സാർക്ക് എന്റെ പൊന്നെ ഇതെങ്ങനെയാണോ പറയണത് ജയറാം സാർ എന്നൊക്കെ പറഞ്ഞാല് നമ്മളെ കണ്ടില്ലെങ്കിൽ ചോദിക്കും എടാ പരമനെന്തേ കണ്ടില്ല എന്ന് പറയും. പുള്ളി വിളിച്ച് നിർത്തി ഡെയിലി കഥ പറച്ചില് ആളുടെ പഴയ കാല കാര്യങ്ങളൊക്കെ പറയും. ആള് ഫോൺ വിളിച്ചിട്ട് വീട്ടില് ആളുടെ മോനെയും വൈഫിനെയൊക്കെ കാണിച്ചു കൊടുക്കും, ഇത് മലയാളിയാണ് ഇവൻ ഡാൻസറാണ് എന്നൊക്കെ പറഞ്ഞിട്ട്. അമ്മാതി ഭയങ്കര കണക്ഷൻ. ജയറാം സാർക്ക് അടിപൊളിയാണ്. അതാണ് നമുക്ക് ഒന്നും കൂടി ഫ്രീഡം എല്ലാം ചെയ്യാനായിട്ട്. നമുക്ക് വേറെ ബുദ്ധിമുട്ടുകളൊന്നുമില്ല, എല്ലാം കറക്റ്റായിട്ട് പറഞ്ഞു തരും. ഇങ്ങനെ ചോദിക്കും പരമാ ഇതിന്റെ ഒരു അടിപൊളി സീനുണ്ടായി, ഒരു ഭയങ്കര ഇമോഷണൽ സീൻ നടക്കണേ. അപ്പൊ എനിക്ക് ക്യാമറ എവിടെയാണ് ഏത് ക്യാമറക്ക് എന്ത് കൊടുക്കണമെന്ന് നമുക്കറിയില്ല, എക്സ്പീരിയൻസ് ഇല്ല. അപ്പോൾ ഇവിടെ നിന്നിട്ട് ഞാൻ പൊരിഞ്ഞ എക്സ്പ്രഷൻ തന്നെ സങ്കട പരിപാടിയൊക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കണേ, സങ്കടം വന്നിട്ട്. അപ്പൊ ഈ സൈഡിൽ നിന്ന് ആരും നോക്കണം എനിക്ക് മനസ്സിലായി. പുള്ളി എൻ്റെ മുഖത്തൊക്കെ ചിരിച്ചുകൊണ്ടിരിക്കുന്നു. അവസാനം കേട്ട് കഴിഞ്ഞ അതിൻ്റെ പരിപാടി. ഞാൻ പറഞ്ഞ കഴിഞ്ഞ് എങ്ങനെ ഉണ്ടായി, അവിടെ പോട്ടാ ആ ക്യാമറയില്ലേ ഈ ക്യാമറയിലാണ് ഒരു എക്സ്പ്രഷൻ കാണിച്ചിട്ട് കാര്യമില്ല. അത് അങ്ങനെയൊക്കെയാണോ ഭയങ്കര രസമാണ്. റെട്രോ എന്ന സിനിമ എക്സ്പീരിയൻസ് എന്താണ്? നല്ല നല്ല ബന്ധങ്ങളുണ്ടായി. പിന്നെ ഒരു ക്യാരക്ടർ കിട്ടിക്കഴിഞ്ഞാൽ അതെങ്ങനെ ചെയ്യാം എന്നുള്ളത് അവർ പറഞ്ഞ് മനസ്സിലാക്കി തന്ന്. ഇത് ഈ പറയുന്ന ജയറാം സാറും സൂര്യ സാറും അടക്കം നമ്മളോട് ഒന്ന് കറക്റ്റായിട്ട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി തന്നു. ഇനി നമുക്കൊരു ഊർജം കിട്ടി, അടുത്തൊരു പരിപാടിയിലേക്ക് പോവാന്നുള്ളൊരു ഊർജം കിട്ടി. അത് തന്നെ വലിയൊരു കാര്യമാണ്. പടത്തിൽ ജോജു ചേട്ടൻ കത്തിക്കുവോ? ജോജു ചേട്ടൻ കത്തിച്ചേട്ടൻ പോന്നേക്കണല്ലേ പൊട്ടി തെറിക്കാമെന്നുള്ള സാധനം. അതുപോലെ ജോജു ചേട്ടൻ എൻ്റെ രക്ഷയില്ല. അതുപോലെ ഇതൊരു സീൻ എടുക്കുന്ന സമയത്ത് ജോജു ചേട്ടൻ അന്നാണ് ആൻഡമാനിൽ കാലുകുത്തുന്നത്. അപ്പൊ നമ്മളുടെ ഇതുപോലെ ഒരു പെർഫോമൻസ് കഴിഞ്ഞിറങ്ങിയപ്പോഴേക്കും വന്നിട്ട് സൂപ്പർ ആയിരിക്കടാ എന്നാ മാതിരി എന്നൊക്കെ ഉറപ്പായി. നമ്മൾ ചോദിച്ചേട്ടാ എന്തൊക്കെയുണ്ട് വിശേഷം? നീ മലയാളിയാണ്, ഞാൻ മലയാളിയാണ്, വെറുതെ അല്ലേ കിടന്ന് കാണിച്ചു കൂട്ടണേ, നിങ്ങളുടെ വാടാന്ന് പറഞ്ഞിട്ട് പുള്ളി കൊണ്ടുപോയത്. ജോയിച്ചേട്ടൻ്റെ അടിപൊളി, എല്ലാവരും അടിപൊളി. ജോയിച്ചേട്ടനും എല്ലാവരും എക്സ്ട്രാ ഓർഡിനറി ആൾക്കാരാണ്, ഒരു രക്ഷയില്ല. റെട്രോ സിനിമയിലെ രാഘുവിന്റെ കഥാപാത്രം എന്താ? സൂര്യ സാറിന്റെ ഫ്രണ്ടാണ്. നൻപൻ ചെറുപ്പാലത്തോടുള്ള ഫ്രണ്ട്സ്. അത് അങ്ങനെ ഭയങ്കര ഒരു കണക്ഷൻ പരിപാടിയാണ്. എത്ര കഥാപാത്രങ്ങളുണ്ട്? അതായത് ഫ്രണ്ടായിട്ട് സൂര്യയുടെ? 2 പേരാണ്. ഒന്ന് ഞാൻ, ഒന്ന് അവിനാശ്. അവിനാശിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ ഒരുപാട് തമിഴില് അത്യാവശ്യം നല്ല നല്ല പടങ്ങളിൽ വലിയ വലിയ വേഷത്തിലുള്ള വ്യക്തി. അത് മലയാളിയാണോ? അല്ല. അവിനാശ് ചെന്നൈ, പ്രോപ്പർ ചെന്നൈ. അവനും ഭയങ്കര സപ്പോർട്ടായിരുന്നു തന്നെ. കാരണം അത്രയും വലിയ പടം ചെയ്ത ഒരുത്തൻ ഒന്നും ചെയ്യാതെ വന്നിരുന്ന എന്നെ അത്ര സപ്പോർട്ട് ചെയ്യണമെങ്കിൽ അത് അവന്റെ നല്ല മനസ്സാണ്. സത്യം. അടിപൊളി മെമ്പറ അവിനാശ്, അടിപൊളി. എല്ലാവരും അടിപൊളിയാണ്. എനിക്ക് എന്തോ ഒരു ഭാഗ്യമുള്ള സ്ഥലത്താണ് ഞാൻ ചെന്ന് പെട്ടത്. ഒരു കാലഘട്ടത്ത് ജോജു ചേട്ടൻ ഭയങ്കര അഹങ്കാരിയാണ് എന്ന് പറഞ്ഞ ആളുകൾ തന്നെ തിരുത്തി പറയിപ്പിച്ചു. കണ്ടറിഞ്ഞ കേട്ടറിഞ്ഞ ഒരുമിച്ച് പ്രവർത്തിച്ച ജോജു ചേട്ടൻ എന്താണ്? ജോജു ചേട്ടൻ അഹങ്കാരിയാണെന്ന് പറഞ്ഞവരാണ് അഹങ്കാരികൾ. ജോജു ചേട്ടൻ അഹങ്കാരിയൊന്നുമില്ല, അതൊക്കെ വെറുതെ സ്വീറ്റ് പേഴ്സൺ ആണ്. അങ്ങനെ പറയേണ്ട കാര്യമില്ല. നമ്മൾ ഒരാളെ നേരിട്ട് പരിചയപ്പെടേണ്ട എങ്ങനെയാണ് ഇങ്ങനെ സത്യം ജഡ്ജ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഒരു ആവശ്യമില്ല. എന്നെ കണ്ടിട്ട് എത്ര സ്ഥലത്തുനിന്ന് ആൾക്കാരെ പിടിച്ചിട്ട് എന്തൊക്കെയാ ചോദിക്കുന്നത് അറിയുന്നിട്ട്. എന്തൊക്കെയാ ചോദിക്കുന്നത്? മച്ചാനെ കയ്യിൽ വല്ലതും ഉണ്ടാ? പക്ഷെ എനക്ക് എന്താ വേണ്ടത്? അല്ല ഇത് മറ്റേത് മറിച്ചത്. കുറെ സ്കോഡന്മാർ പിടിച്ചിട്ടുണ്ട് തന്നെ. ആന്ന് ബ്രോ പല സീനിലും. എന്തിനും എനിക്ക് മനസ്സിലാണല്ല, ഇവര് രൂപം കണ്ടുള്ള പരിപാടിയാണിത്. ഒരിക്കലും ഈ രൂപത്തിൽ എന്ത് ചെയ്യാൻ പറ്റൂ? ജനിച്ചപ്പോ നോക്കിയിട്ട് രൂപം ഇതാണ്. തലവെട്ടി കളയാൻ പറ്റുമോ? തലവെട്ടി തിരിച്ചു വെക്കാൻ പറ്റുമോ? നടക്കൂല. അങ്ങനെ ഒരുപാട് പേര്. അത് കഴിഞ്ഞ ശേഷം മുടി നരച്ച് താടി നരച്ചപ്പോഴേക്ക് ദേവം നരഭോജി എന്നായി. എന്തോ ചെയ്താലും പ്രശ്നമാണ്, എന്ത് ചെയ്താലും പ്രശ്നമാണ്. അപ്പം ഞാൻ ചിന്തിച്ച് ഞാൻ ചെയ്യാനുള്ള കാര്യങ്ങൾ നല്ലതാണെന്ന് എനിക്കറിയാം. എൻ്റെ വീട്ടിൽ എൻ്റെ അപ്പനും അമ്മക്കും എൻ്റെ വീട്ടുകാർക്കും അറിയാം, എന്നാൽ ബന്ധപ്പെട്ട കൂട്ടുകാർക്കും അറിയാം. അതിനപ്പുറം ആരും ബോധിപ്പിക്കണ്ട. എന്തിനാ ബോധിപ്പിക്കണം? അതിൻ്റെ ആവശ്യമില്ല. കാരണം നമ്മൾ പോണ റൂട്ട് അതാണ്, നമുക്കറിയാം എന്താണെന്ന് അറിയാം. എനിക്ക് തലച്ചോറില്ല മച്ചാനെ, ചോറ തിന്നണല്ല. ഞാൻ ചോറ് തലച്ചോറില്ല എല്ലാവർക്കും ഉള്ളത്. പിന്നെ ഇത് ഈ നമ്മളെ എന്താ പറയണം, ഇങ്ങനെ എനിക്ക് മനസ്സിലായി നമ്മളെ മാനസികമായിട്ട് തകർക്കാൻ നോക്കണേണ ഒരു ഐഡിയ ഇല്ല. ഞാൻ ഇപ്പൊ അങ്ങനെ തളരുന്നവനാണോ പാലാരി വട്ടംകാരൻ? ചിലതൊക്കെ ഇല്ല ബ്രോ, തളരാൻ ഞാൻ തയ്യാറില്ല. അതിന്റെ ആവശ്യമില്ല, ഉറപ്പാണ്. ജീവിതത്തിൽ തീരുമാനിച്ചതാണോ? തീരുമാനിച്ചു കഴിഞ്ഞു. തളർന്ന പോയില്ലേ. കാരണം എന്നെ പ്രതീക്ഷിക്കണ എൻ്റെ അപ്പനും അമ്മയുണ്ട്. ഈ നിമിഷം വരെ എൻ്റെ അപ്പനമ്മക്ക് എൻ്റെ അമ്മക്ക് ഒരു മാല പോലും എനിക്ക് മേടിച്ചെടുക്കാൻ പറ്റില്ല. മാല പോട്ടെ, ഒരു ചെറിയ സാരി പോലും എനിക്ക് മേടിച്ചെടുക്കാൻ പറ്റില്ല. അതിന്റെ കഴിവുകേടാണ്. എന്ന് ഞാൻ പണിക്ക് പോകാത്തവൻ നല്ല ഞാൻ പറയണത്. അതിനപ്പുറം ബാധ്യതകൾ വേറെ ഉണ്ട്, മനസ്സിലാകണ്ട.
എനിക്കിതൊന്ന് സെറ്റിലായിട്ട് എൻ്റെ അപ്പനും അമ്മേനൊക്കെ ഒന്ന് മാന്യമായിട്ട് നോക്കണം, അവരുള്ള കാലം വരെ. ഇതൊക്കെ അറിഞ്ഞിട്ടും ആ അപ്പനും അമ്മയും സ്നേഹിക്കുന്നില്ലേ രാഘു? എന്റെ പൊന്നുമുത്ത സ്നേഹം പറ്റി തരണേ. നീ ഇറങ്ങി പോടാ. നീ പോടാ മുത്തേ, നീ പോയിട്ട് വേണ്ട പറയുള്ളൂ. അങ്ങനെ രാഘു, ഞാൻ കേട്ടിട്ടുണ്ട് എത്ര കഴിവുണ്ടെങ്കിലും ആൾക്കാർ എത്ര നെഗറ്റീവ് പറഞ്ഞാലും വീട്ടുകാരും കൂടെ സപ്പോർട്ട് ഇല്ലെങ്കിൽ കഴിഞ്ഞു. വീട്ടുകാരെ സപ്പോർട്ട് ഇല്ലെങ്കിൽ കഴിഞ്ഞു, തീർച്ചയായിട്ടും കഴിഞ്ഞു. ഘടകമാണ്. അതൊരു ഘടകമാണ്. പിന്നെ വീട്ടുകാർ നമ്മുടെ ഏറ്റവും വലിയ ഒരു ബലം എന്ന് പറയുന്നത് സ്വന്തം അപ്പനും അമ്മയും സഹോദരങ്ങളുമാണ്. അവരെ കൂടെ കാണത്തുള്ളൂ, അവരെ ഉണ്ടാവുള്ളൂ. പിന്നെ നല്ല ഫ്രണ്ട്സ് ഉണ്ട്. ഫ്രണ്ട്സിനെ ഒരിക്കലും ഒഴിവാക്കാൻ പറ്റൂല, അവരും കൂടി ഉള്ളതുകൊണ്ടാണ്. കാരണം ഈ ഒരു പരിപാടി റെട്രോ എന്ന് പറയുന്ന മൂവിയിലേക്കുള്ള ക്ഷണം വരാൻ കാരണം തീർച്ചയായിട്ടും എൻ്റെ 74X മണവാളൻസിൻ്റെ ടീമാണ്. അതിൽ എൻ്റെ കൊറിയോഗ്രാഫർ താജു, വിജീഷ്, ജീവൻ, അജിത്ത്, ജിനൂബ്, ഇതെല്ലാം ഇവരും ഭയങ്കര സപ്പോർട്ട് തന്നെ. അവന്മാരാണ് ഞാൻ പോയില്ലെങ്കിൽ എന്നെ മുന്തി തള്ളി വിടും. അത്രയും സപ്പോർട്ട് ചെയ്യുന്ന പിള്ളേരാണ് ഈ പറഞ്ഞ ആൾക്കാർ. അപ്പൊ ഈ ഒരു പ്രസ്ഥാനമാണ് എന്നെ ഇത്രയും വലിയൊരു സിനിമയിലേക്ക് എത്തിച്ചത്. ഡയറക്ടറെ കണ്ടൊരു മാജിക് എന്തുമായിരിക്കും രാഘു? കാർത്തിക് സാറിനെ കുറിച്ച് പറയാനായിട്ട് ഞാനൊന്നുമല്ല ബ്രോ, വെറും വട്ടപ്പൂജയാണ്. കാരണം സൂര്യ സാറും ജയറാം സാർ അടക്കം പറയണത് കാർത്തിക് സുബ്രാജ് സാർ എന്ന് പറയുന്നത് വേറെ മാതിരിയാണ്. ഇത്ര എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർ പറയുമ്പോഴേക്കും അതിൽ ഞാൻ പറയണത് വെറും പൊട്ടത്തരെ പോയി. പക്ഷെ എന്നാലും എന്നെ പോലത്തെ ഒന്നുമില്ലാത്ത ഒരുത്തനെ ട്രീറ്റ് ചെയ്തത് പുള്ളി ഭയങ്കര ഭീകരമായിട്ടാണ്. കാരണം ഒരു സീനിൽ എന്തെങ്കിലും ഒരു തെറ്റ് സംഭവിച്ചു കഴിഞ്ഞാൽ എന്റെ പേര് പറമാ എന്നാ ചെറാങ്കേ എന്നാ പണിയിട്ട് ഭയങ്കര കോമഡി ആയിട്ട് ചോദിക്കുള്ളൂ. അല്ലാണ്ട് മറ്റേ സീൻ പിടിച്ച് മാറ്റി ആ പരിപാടിയൊന്നും ഇല്ല. ഭയങ്കര ശാന്തിയൻ കൂളായിട്ട കാര്യങ്ങളുടെ അവിടെ ഡീൽ ചെയ്യണത്. അതുകൊണ്ട് അതെ, പുള്ളിയും ഭയങ്കര നമ്മളെ സപ്പോർട്ട് ചെയ്ത്. ഇല്ലാണ്ടൊന്നും മുന്നോട്ട് പോകില്ലടോ, നടക്കൂലോ. ഞാൻ പറഞ്ഞില്ല നേരത്തെ, ഞാൻ ചെന്ന് പെട്ട ഇടം സൂപ്പർ ഇട്ടം, ഒരു 1.5 പെടാ. ഈ രാഘു എന്നുള്ള പേരാണ് ഒറിജിനൽ? എന്റെ പേര് രാകേഷ് എന്നാണ്. രാകേഷ് ജേക്കബ്. അതിന് രാഘു അപ്പച്ചനും അമ്മയും ചെറുപ്പത്തിലെ മറ്റുള്ള വിളി രാഘു ആക്കി. രാഘു ഇപ്പൊ ഒരു സിനിമയിലൊക്കെ താരമായി വന്നു. പ്രണയമുണ്ടോ? പ്രണയമൊക്കെ അതിന്റെ വഴിക്ക് കടന്നോളൂ. നീ എന്താ ഗ്രൂപ്പിലെ ചോദ്യമാണോ ചോദിക്കുന്നത്? പ്രണയം ഇപ്പോ എന്തായാലും പ്രണയം സിനിമ എന്റെ ലക്ഷ്യത്തിനോടാണെങ്കിൽ പ്രണയം, എന്നാലും എല്ലാവരും കൂടെ നിൽക്കുള്ളൂ. രാഘു, അങ്ങനെ കാത്തിരിപ്പിനുള്ള മറുപടി ഇന്ന് ലോകം ഏറ്റെടുത്തു. നമ്മുടെ സിനിമ റിലീസായി. ശരിക്കും ഒരു മലയാളിയാണെന്ന് അറിഞ്ഞപ്പോൾ തിയേറ്ററിൽ 4 ചുവരിൻ്റെ അകത്ത് കണ്ട ഓരോ മലയാളികൾക്കും രാഘുവിനെ സ്ക്രീനിൽ കണ്ടപ്പോൾ സന്തോഷം തോന്നി. ഈ നിമിഷം പ്രേക്ഷകരോട് എന്താ പറയാനുള്ളത്? എല്ലാവരും, എനിക്ക് പറയാനുള്ളത് എല്ലാവരും ഈ സിനിമ പോയി കാണണം. ഒരു എളിയ കലാകാരൻ്റെ ഒരു എളിയ എന്താ പറയണത് ഒരു അഭ്യർത്ഥനയാണ്. എന്തായാലും പോയി കാണണം പടം. ഇതിൽ ചെറിയ വേഷം ഞാനും ചെയ്തിട്ടുണ്ട്, സൂര്യ സാറിൻ്റെ കൂടെ, സൂര്യ സാറിൻ്റെ ഫ്രണ്ടായിട്ടാണ്. എല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്യണം പ്ലീസ്. അപ്പം മച്ചാനെ മുന്നിലുള്ള ജീവിതത്തിൽ എല്ലാവിധ ആശംസകളും നേരുന്നു. താങ്ക്സ് ഫോർ താങ്ക് യു. എനിക്ക് ഇങ്ങനെ നല്ലൊരു ഇന്റർവ്യൂ കിട്ടിയതിൽ വളരെ വലിയൊരു ഭാഗ്യം. എൻ്റെ ഫസ്റ്റ് ഇന്റർവ്യൂ ഉണ്ട്. ഇനി ആൾക്കാരെ വിളിക്കുന്നു. അപ്പം ഫസ്റ്റ് ഇന്റർവ്യൂ ആയതുകൊണ്ട് തന്നെ ഞാൻ പറയാം, ഇനിയും വെച്ചടി കയറ്റമായിരിക്കും. താങ്ക്സ് മുത്തേ. ഓക്കെ ഓക്കെ മുത്തേ.